ഒരു യൂട്യൂബർ എത്ര നല്ല ക്വാളിറ്റി വീഡിയോസ് ഉണ്ടാക്കിയാലും അവരുടെ വീഡിയോയിലേക്കുള്ള ക്ലിക്ക് മെയിൻ ഡിസൈഡ് ചെയ്യുന്നത് അവരുണ്ടാക്കുന്ന തംബ്നെയിലിൻ്റെ ക്വാളിറ്റീസാണ്. തംബ്നെയിലിൻ്റെ ക്വാളിറ്റീസും അതേപോലെ നമ്മൾ ടൈറ്റിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള എല്ലാ യൂട്യൂബേഴ്സും ഒരേപോലെ പറയുന്ന കാര്യമാണ്. പക്ഷെ ഒരു ബിഗിനറായ യൂട്യൂബർക്ക് അത്ര ഹൈ ക്വാളിറ്റി തംബ്നെയിൽ ഉണ്ടാക്കാൻ ചിലപ്പോൾ ആ യൂട്യൂബ് ചാനൽ ഓൺ ചെയ്യുന്ന ആൾ ഒരു ഫോട്ടോഷോപ്പ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനറോ ഒന്നും ആയിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ അവസരത്തിൽ നമുക്ക് നമ്മുടെ തംബ്നെയിൽ മോശമായതുകൊണ്ട് നമ്മുടെ വ്യൂ നഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല. സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രോം ഇമാജിനേഷൻസ്. ഇനി നമ്മൾ ഒരു ഫ്രീ ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മളെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാമെന്നുള്ളത് പഠിക്കാം. സോ ലെറ്റ് us start. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേരാണ് ക്യാൻവ. നമുക്കത് ഓൺലൈനിൽ canva.com എന്ന സൈറ്റിലും ആക്സസ് ചെയ്യാം. ഐഫോണിലും ആൻഡ്രോയിഡിലും അവൈലബിൾ ആണ്. അത് ഫ്രീ ടൂളാണ്. ഈ ഫ്രീ ടൂൾ തന്നെ നമ്മുടെ പർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളമാണ്. സോ നമുക്ക് തുടങ്ങാം. ഞാനിന്നിവിടെ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്, കാരണം കുറച്ചും കൂടെ വലിയ സ്ക്രീനിൽ കാണാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. സോ ഞാൻ കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. മൊബൈൽ ഫോണിലാണെങ്കിലും സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ canva.com ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ലാൻഡിംഗ് പേജ്. അതിലൊരുപാട് ഡിസൈൻ ടാംപ്ലേറ്റ്സ് ഓൾറെഡി ഉണ്ട്. ഇനി നമുക്ക് വൺ ബൈ വൺ ആയി സോഷ്യൽ മീഡിയ ഡിസൈൻസ്, ഒരുപാട് നല്ല നല്ല സോഷ്യൽ മീഡിയ ഡിസൈൻസ് ഉണ്ട് നമുക്ക് എഡിറ്റ് ചെയ്ത്. ഈവൻസിലുള്ള മാർക്കറ്റിംഗ് ബ്രോഷേഴ്സ്, ഫ്ലയേഴ്സ്, അതുപോലെ ഡോക്യുമെന്റ്സ്, നമുക്ക് പ്രസന്റേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് സ്ട്രേറ്റ് എടുത്ത് എഡിറ്റ് ചെയ്യാം. പ്രസന്റേഷൻ നമുക്ക് റെക്കമെൻഡഡിൽ പോയി തന്നെ ഓൾറെഡി ഞാൻ യൂട്യൂബ് തംബ്നെയിൽസ് ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബ് തംബ്നെയിൽ എനിക്ക് റെക്കമെൻഡഡ് ആണ്. സോ നമ്മുടെ യൂട്യൂബ് തംബ്നെയിൽ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ സൈസ് 1280x720 പിക്സൽസ് ആണ്. നമ്മൾ യൂട്യൂബ് തംബ്നെയിൽസ് ഓപ്പൺ ചെയ്യുമ്പം ഒരുപാട് തംബ്നെയിൽ ടെംപ്ലേറ്റ്സ് ഉണ്ട്. നമുക്കതെടുത്ത് സ്ട്രേറ്റ് അവേ എഡിറ്റ് ചെയ്യാം. വളരെ ഈസിയാണ്. ജസ്റ്റ് എടുത്തിട്ട് നമുക്ക് എന്താണ് ചേഞ്ചസ് വരുത്തുന്നത് കറക്റ്റായിട്ട് ചെയ്യാം. പക്ഷെ നമ്മളിവിടെ സ്ക്രാച്ചിന് ചെയ്യാം. ഇന്ന് ഞാൻ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ തന്നെ തംബ്നെയിൽ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ക്യാൻവയുടെ ഒരു സ്ക്രീൻഷോട്ട് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ ഡിസൈനിൽ വന്നു. നമുക്കിന്ന് ഈ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്യാം. നമ്മളെ പിക്ചർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത പിക്ചർ ഓപ്പൺ ചെയ്യുന്നു. പിക്ചർ അപ്ലോഡ് ആവാൻ ഡിപ്പെൻഡ് ഓൺ ദ ഇന്റർനെറ്റ് സ്പീഡ് അപ്ലോഡ് ആവും. നമ്മൾ മൊബൈൽ ഫോണിലാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാവും. നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിലെ പിക്ചേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമുക്ക് ലോഗിൻ ചെയ്യാനോ നമ്മുടെ ജിമെയിൽ ID വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. നമുക്ക് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് ഫുൾ സ്ക്രീൻ വരുമ്പോൾ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചർ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ബ്രൈറ്റ്നെസ് ആണ്, എനിക്ക് കുറച്ചൊരു ഓവർലേ കൊടുക്കണം. അപ്പോൾ ഓവർലേ കൊടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു എലമെന്റ്സ് പോയിട്ട് ഒരു സ്ക്വയർ എലമെന്റ് ആഡ് ചെയ്തു. അത് ഫുൾ സ്ക്രീനിലേക്ക് ഞാൻ ഡ്രാഗ് ചെയ്തിട്ടു. ഒരു ഗ്രേ കളർ ഉണ്ട്. അപ്പം കളർ നമുക്ക് ടോപ്പിൽ മാറ്റാം. നമുക്ക് അവിടെ പോയിട്ട് കളർ മാറ്റാം. ഞാനതിന് ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുന്നു. ഒപ്പാസിറ്റിക്ക് നമ്മൾ ഇവിടെ ട്രാൻസ്പെറൻസി എന്ന് പറയാം. അതൊന്ന് കുറച്ച് ഡണ്ണായിട്ട് നിൽക്കുക. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കുറച്ചൊന്ന് ഒരു ഓവർലേ കൊടുത്തൊന്ന് ഡള്ളാക്കി നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് അപ്ലോഡ്സ് പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമുക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് കൊടുക്കാം. ഇപ്പം ഞാൻ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ചിരുന്ന എൻ്റെ ഒരു പിക്ചർ ഉണ്ട്, വേറൊരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. സോ ആ ഒരു പിക്ചർ ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ടത് റീസൈസ് ചെയ്യാണ്. അപ്പം നമുക്ക് ആ സൈസ് വേണ്ടി ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താണ് നമുക്ക് ഏത് പൊസിഷനിലേക്ക് മൂവ് ചെയ്യാം. അപ്പം ഈ ഒരു ലെവലിൽ നിർത്തിയിട്ട് ഞാൻ ജസ്റ്റ് അത് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടാണ് വെക്കുന്നു. ഓക്കെ, നമുക്ക് ജസ്റ്റ് പ്ലെയറോട് നമ്മളുടെ മനസ്സിലുള്ള ഡിസൈൻ എങ്ങനെയാണ് അങ്ങനെ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇനി എനിക്ക് നമ്മുടെ ടെക്സ്റ്റിന്റെ മുമ്പിൽ അതൊന്ന് കുറച്ച് അതിന്റെ ലെറ്റേഴ്സ് ഒന്ന് നമുക്ക് ടെക്സ്റ്റ് ഡയറക്റ്റ്ലി വരുന്ന ഒരുപാട് ടെക്സ്റ്റിനുള്ള ഓപ്ഷൻസ് ഇവിടെ തരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഹെഡിങ് സബ് ഹെഡിങ് ആഡ് ചെയ്യാം. പക്ഷെ എനിക്ക് ആ പിക്ചേഴ്സ് ഞാൻ കൊടുക്കുന്ന ടെക്സ്റ്റ് ഒന്ന് അതും ഒന്ന് പോപ്പപ്പ് ചെയ്ത് നിൽക്കണം. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ
ഒരു സ്ക്വയർ എലമെന്റ് ഡ്രാഗ് ചെയ്തിട്ടു. എന്നിട്ട് അത് കറക്റ്റ് പൊസിഷൻ ചെയ്തിട്ട് അതിന്റെ കളേഴ്സ് കുറച്ചൊന്നും നന്നായിട്ട് ഐ ക്യാച്ചി ആയിട്ടുള്ള പോപ്പപ്പ് ചെയ്യുന്നൊരു കളർ നമുക്ക് മാറ്റി കൊടുക്കാം. താഴത്തെ ഇഷ്ടമുള്ള കളർ നമുക്ക് ഒരു നല്ലൊരു കളർ കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ, നമുക്ക് പേർപ്പിൾ കളർ പോവാം. ഇനി ടെക്സ്റ്റിൽ വന്നിട്ട് ഞാനൊരു ഹെഡിങ് ഡ്രാഗ് ചെയ്തിട്ടാണ്. നോർമലി അങ്ങനത്തെ ഡാർക്ക് കളർ ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് ഓട്ടോമാറ്റിക് വൈറ്റ് ആവും. ഇല്ലെങ്കിൽ നമുക്ക് മേലെ ആ എ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം. സോ നമുക്ക് ടൈറ്റിൽ ഹൗ ടു എപ്പോഴും ഒരു ടൈറ്റിൽ ടെക്സ്റ്റ് കൊടുക്കാം. ഒരു ക്യാപിറ്റലും ബാക്കിയെല്ലാം സ്മോൾ ആക്കി രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് അതിന്റെ സൈസ് ചെയ്യാം. സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ ടോപ്പിലുണ്ട്. നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ളത് മാറ്റണമെങ്കിൽ ആ ഓവർലോ ഭാഗം ഒന്ന് കുറച്ച് സൈഡിലേക്ക് നീക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചെയ്യുന്ന ആ ഒരു ടെക്സ്റ്റിന്റെ ഏരിയ ഒന്ന് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്ത് വെച്ച് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അതിന്റെ റിപ്ലിക്ക കോപ്പി ഉണ്ടാക്കാൻ പറ്റും. രണ്ടും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ടെക്സ്റ്റ് മാറ്റി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിന്റെ കളറും മാറ്റി കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഹൗ ടു മേക്ക് യൂട്യൂബ് തംബ്നെയിൽ ടെക്സ്റ്റ് ഫുൾ ടൈപ്പ് ചെയ്തതിനു ശേഷം നമുക്കത് പിന്നീട് റീസൈസ് ചെയ്യുന്നതാണ്. ഒന്ന് വലിച്ച് സൈസ് ചെയ്തു. ഓക്കെ, അവിടെ സ്പെല്ലിംഗ് കറക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ടിലെ ആ ഒരു കളറ്, ആ ഒരു റെക്ടാങ്കിൾ നമുക്കൊന്ന് റീസൈസ് ചെയ്യാം. നമ്മളെ ടെക്സ്റ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ. ഇത് നമുക്ക് ഇതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന് ഒന്നുകൂടെ കൺട്രോൾ V അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ വീണ്ടും ഒരു കോപ്പി കിട്ടും. സോ നമ്മൾ വീണ്ടും ഇത് ഞാൻ പറഞ്ഞല്ലോ, പെർട്ടിക്കുലർലി ഞാനിപ്പം റെക്കോർഡ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വീഡിയോയുടെ തംബ്നെയിലാണ് ഞാൻ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാവുന്ന ആദ്യം മനസ്സിൽ കണ്ടിട്ട് ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്ത് വളരെ സിമ്പിൾ ആണ്. ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ് ഇഷ്ടപ്പെടാതെ ചെയ്യാം. പക്ഷെ ഞാൻ നോർമലി ഇങ്ങനെ കൊടുക്കാൻ പ്രിഫർ ചെയ്യാറ്. കാരണം ഇതിന് കുറച്ചും കൂടെ നല്ല ക്ലിക്ക് റേറ്റ്സ് ഉണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. സോ നമുക്ക് ഇത്തരത്തിലൊരു തംബ്നെയിൽ ഉണ്ടാക്കാം. അതിന്റെ കളറും നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സോ ഹൗ ടു മേക്ക് യൂട്യൂബ് തംബ്നെയിൽ ഫോർ ഫ്രീ യൂസിങ് കാൻവ. നമുക്ക് ഏത് കളർ കൊടുക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ആ കളർ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഓവറിലെ കുറച്ച് ബാക്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് വീണ്ടും ഫില്ല് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തെങ്കിലും റീസൈസ് ചെയ്യണമെങ്കിലോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിലോ പിക്ചർ മാറ്റണമെങ്കിലോ ഒക്കെ ചെയ്യാം. നമുക്ക് അതിന്റെ പൊസിഷനൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ആക്കി കൊടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്. നമുക്ക് മൊബൈൽ ഫോണിലും ഇതേപോലെ തന്നെ ചെയ്യാം. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. കുറച്ച് ചെറിയ സ്ക്രീൻ ആവുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, വൺസ് അത് റെഡി ആയി കഴിഞ്ഞാൽ പുറത്ത് ക്ലിക്ക് ചെയ്യാം. മേലെ ഓക്കെ, പിക്ചർ ആ സൈഡ് കൊടുത്താൽ ഫൈൻ. നമുക്ക് മൊത്തമായിട്ട് റീഅറേഞ്ച് ചെയ്യണം. കുഴപ്പമില്ല, പിക്ചർ ലെഫ്റ്റിൽ തന്നെ നിൽക്കട്ടെ. ഓക്കെ, സോ ഡിസൈൻ ഈസ് റെഡി. ഇനി നമുക്കത് സേവ് ചെയ്യാൻ ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ട്രാൻസ്പെറൻസ് ഒക്കെ നമുക്ക് പെയ്ഡ് വേർഷൻ ഉള്ളൂ. നമുക്ക് ഫ്രീ വേർഷനിൽ ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഒരുപാട് ഡിസൈൻസ് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇത് മാത്രമല്ല, നമുക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഒരുപാട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ പിൻട്രസ്റ്റോ എല്ലാത്തിനും ഡിസൈൻസിന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ തംബ്നെയിൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ hope you like it. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് നമുക്ക് യൂട്യൂബിന് മാത്രമല്ല മറ്റു ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമുക്ക് സോഷ്യൽ മീഡിയയിലെ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാനുള്ള ഡിസൈൻസ് എല്ലാം ചെയ്യാൻ പറ്റിയ വളരെ യൂസ്ഫുൾ ആയൊരു ഫ്രീ സൈറ്റാണ്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എന്ത് തന്നാലും പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ഫീഡ്ബാക്ക് ആണെങ്കിലും എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞാൻ വീണ്ടും വരുന്നതാണ്. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.